ഇറ്റ് ഈസ് എ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. മനുഷ്യനുണ്ടാക്കിയ ഒരു ഡിസാസ്റ്ററാണ്. കാരണം നമ്മൾ ഇതുവരെ ഈ അപകടങ്ങളിൽ നിന്ന് കേരളക്കാർ പഠിച്ചിട്ടില്ല. ഈ വെടിമരുന്നെന്ന് പറയുന്നത് ഈ വെടിമരുന്ന് നിർമ്മാതാക്കൾക്ക് അവർക്കൊരു ലഹരിയാണ്. ദേ ആർ അഡിക്റ്റഡ് ടു ഇറ്റ്. നമ്മൾ മദ്യത്തിന് അടിമയാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ മാനുഫാക്ചറേഴ്സ്. മാത്രമല്ല ദേ ആർ സോ അഡിക്റ്റഡ്. നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ആ ലൈസൻസ് കണ്ടിട്ടുണ്ടോ? ആ ലൈസൻസ് ജില്ലാ മജിസ്ട്രേറ്റ് കൊടുത്തിരിക്കുന്ന ADM കൊടുത്തിരിക്കുന്ന ലൈസൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ലൊക്കേഷൻ ആയിരിക്കില്ല. എൻ്റെ ഉറപ്പതാണ്. ഇറ്റ് മേ ബി സം അതർ പ്ലേസസ് വെയർ ഇൻ ദിസ് ഇസ് ഏഷ്യാസ് ലാർജസ്റ്റ് ഫയർവർക്സ് ഡിസ്പ്ലേ. പക്ഷേ ഇതിൻ്റെ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാം. ഇതിലെ ഉണ്ടാക്കുന്ന കലാകാരന്മാർ, അവരെ കലാകാരന്മാരെന്ന് തന്നെ പറയാം നമുക്ക്, നോട്ട് മാനുഫാക്ചറേഴ്സ്. അതിലെ കുഴിമിന്നൽ ഇതൊന്നും വേറെ ഒരു രാജ്യത്തും ഇല്ല. ഇപ്പോഴത്തെ ഏറ്റവും ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിക്കെട്ട് അപകടം, ഒരു പ്രൈമറി ആയിട്ടുള്ള താങ്കളുടെ ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് പറയാമോ? അത് എന്തുകൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ വാസ് ഇറ്റ് ആൻ ആക്സിഡൻറ്റ്, അതിൻ്റെ ഒരു നെഗ്ലിജൻസിൻ്റെ ഫലമായിട്ടാണോ വന്നത്? വാട്ട് ഈസ് യുവർ പ്രൈമറി ഇംപ്രഷൻ? മൈ പ്രൈമറി ഒബ്സർവേഷൻ ഈസ് ഇറ്റ് ഈസ് എ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. മനുഷ്യനുണ്ടാക്കിയ ഒരു ഡിസാസ്റ്ററാണ്. കാരണം നമ്മൾ ഇതുവരെ ഈ അപകടങ്ങളിൽ നിന്ന് കേരളക്കാർ പഠിച്ചിട്ടില്ല. കേരളക്കാർ തന്നെയല്ല, ഈ ഫയർവർക്സ് ഇൻഡസ്ട്രിയിൽ പലരും പഠിച്ചിട്ടില്ല. കാരണം പുത്തുങ്കലിൻ്റെ എൻക്വയറി കമ്മീഷൻ അംഗമായിരുന്നു ഞാൻ. ഈ പുത്തുങ്കലിൻ്റെ ആക്സിഡൻറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫുൾ ഓൾമോസ്റ്റ് 100% റിപ്പോർട്ട് വാസ് റിട്ടൺ ബൈ മീ. ആ റിപ്പോർട്ട് മുഴുവൻ ഞാൻ എഴുതിയാണ്. അപ്പോൾ എൻ്റെ ആ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇത്രയും വേദനാജനകമായ ഒരു ആക്സിഡൻറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 107 പേര് മരിക്കുകയും 253-400 പേരോളം ഇഞ്ചുർ ആവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൊഴിയെടുക്കുമ്പോൾ, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിറ്റ്നസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടായ മനസ്സിൽ തട്ടുന്ന ഒരു വളരെ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അപ്പം എന്നിട്ട് ആ റിപ്പോർട്ട് ഞങ്ങൾ കറക്റ്റ് സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് സമർപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ, ആ റിപ്പോർട്ടിലുണ്ടായ എല്ലാവിധ വേരിയസ് വയലേഷൻസിനെയും നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധി നമ്മളതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പ്രതിവിധികളൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് 2024-25 ഒരു അമെൻമെൻറ്റിലൂടെ നമ്മുടെ റൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്പ്ലോസീവ് റൂൾസിൽ അത് എത്തിയിട്ടുണ്ട്. എക്സ്പ്ലോസീവ് റൂളിലെ അമെൻമെൻറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പലവിധ നിർദ്ദേശങ്ങളാണ്. ഒന്ന്, ഒരു കോംപ്രിഹെൻസീവ് റിസ്ക് അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ അറ്റ് എവറി സൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു കോംപ്രിഹെൻസീവ്, ഫോർ എക്സാമ്പിൾ ഇവർ ചിലപ്പം തിരുവമ്പാടിയും പാറമേക്കാവും അത് ചെയ്യും. കാരണം ദേ ഡിഡ്ന്റ് ഹാവ് മൈൻഡ് ഡൂയിങ് ഇറ്റ് എ കെമിക്കൽ റിസ്ക് അസസ്മെൻറ്റ്. അവരതിന് എന്ത് പറഞ്ഞാലും അവർ കേൾക്കുന്ന കാര്യങ്ങളാണ്. നെന്മാറ വേലക്കാരും ചെയ്യും, ഉത്രാളിക്കാവും ചെയ്യും. ബട്ട് ബാക്കിയുള്ളവരെല്ലാം ഇതിൻ്റെ റിപ്പോർട്ട് എടുത്ത് കോപ്പി എടുത്തിട്ട് പേര് മാറ്റിക്കളയും. അപ്പോൾ എന്താ, അവിടുത്തെ സൈറ്റിലുള്ള റിസ്ക് അല്ലായിരിക്കും അവർ അസസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കണം ആ വർക്ക് ചെയ്യാനായിട്ട്. ആ ഒരു റിസ്ക് അസസ്മെൻറ്റ് ഈസ് യൂസിങ് എ സോഫ്റ്റ്വെയർ വിച്ച് കാൽക്കുലേറ്റ് ഹൗ മച്ച് ഓഫ് പൊട്ടാഷ്യം നൈട്രേറ്റ് പ്ലസ് സൾഫർ പ്ലസ് ചാർക്കോൾ അത് എക്സ്പ്ലോഡ് ചെയ്താൽ എത്ര ഏരിയയിലേക്കാണ് ആ റിസ്ക് അസസ് ചെയ്യുന്നത്, അത് എത്ര ഏരിയയിൽ സേഫായിരിക്കണം എന്നുള്ളത് അസസ് ചെയ്യുന്ന. അപ്പോൾ ഓരോ സ്ഥലങ്ങളും ഓരോ വ്യത്യസ്തമായ ഭൂമി പ്രദേശങ്ങളാണ്. അവിടുത്തെ വിൻഡ് വെലോസിറ്റിയും ഡിഫറൻ്റ് ആണ്, അല്ലേ? നമ്മുടെ പാലക്കാട്ടെ ഏറ്റവും അറ്റത്തെ സ്ഥലത്തെ അല്ലായിരിക്കും ഇവിടെ വരുമ്പം തൃശ്ശൂരല്ലേ അത്. അപ്പോൾ അതിൻ്റെ വിൻഡിൻ്റെ ഡയറക്ഷൻസും അതിൻ്റെ വെലോസിറ്റിയും അവിടുത്തെ ആംബിയൻറ്റ് ടെമ്പറേച്ചറിൻ്റെ ഇതെല്ലാം തന്നെ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വേണം അതൊക്കെ ഉണ്ടാകാൻ.
But that's a very scientific study which everyone should do it. നമ്മുടെ ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിലേക്ക് വന്നാൽ വൈ ഡിഡ് യു കോൾ ഇറ്റ് എ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ? എന്തൊക്കെ ആസ്പെക്റ്റിലാണ് ഈ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുള്ളത്? ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ആ ലൈസൻസ് കണ്ടിട്ടുണ്ടോ? ആ ലൈസൻസ് ജില്ലാ മജിസ്ട്രേറ്റ് കൊടുത്തിരിക്കുന്ന ADM കൊടുത്തിരിക്കുന്ന ലൈസൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ലൊക്കേഷൻ ആയിരിക്കില്ല, എൻ്റെ ഉറപ്പതാണ്. ഇറ്റ് മേ ബി സം അതർ പ്ലേസസ് വെയറിൻ ഹി ഹാഡ് സം ഷെഡ്. കാരണം ഒരു പടക്ക ഫാക്ടറി തുടങ്ങാൻ പോവുകയാണെങ്കിൽ ജനങ്ങൾ എതിർക്കും 100%. ദേ വിൽ ഒപ്പോസ് സ്ട്രിക്റ്റ്ലി. അപ്പോൾ പുള്ളി പോയിട്ട് എടുക്കാൻ പോകുന്നത് ഒരു വളരെ വിജനമായ സ്ഥലത്തായിരിക്കും. എത്രയും വിജനമാകാവോ, കാരണം ഇയാൾക്ക് കംപ്ലയിൻറ്റ് നാട്ടുകാരുടെ നിന്ന് വരരുത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും ഈ 3 ഷെഡോ 4 ഷെഡോ അവർ പണിയുക. അത് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ അവിടെ ജോലിക്കാരെ കിട്ടില്ല, പോകാനൊക്കില്ല. അപ്പോൾ എന്തു ചെയ്യും? നമ്മുടെ സിറ്റിയുടെ അടുത്തിട്ടുള്ള ഒരു പാടം എടുക്കും, പാടത്തിന് വാടകയ്ക്ക് എടുക്കും, എന്നിട്ട് അവിടെ താൽക്കാലിക ഷെഡുകളുണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ ടാർപ്പാൾ, അതിന് ഒരു ഫിക്സഡ് ബിൽഡിംഗ് ഉണ്ടോ അവിടെ? എല്ലാം താൽക്കാലികമാണ്, എല്ലാം താൽക്കാലികമാണ്. ടെമ്പററി സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുകയാണ് ആ സമയത്തേക്ക്. മേ ബി ഫോർ ദ ലാസ്റ്റ് 3 months ദേ ആർ ഡൂയിങ് ഇറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള ഷെഡുകൾ, ടെമ്പററി ആയിട്ടുള്ള ആളുകൾ, ഇതൊക്കെ ആ സമയത്തേക്ക് മാത്രം കൊണ്ടുവരുന്ന ഉത്സവം. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ദ പ്രോഫിറ്റ് ദേ ആർ മേക്കിംഗ് ഈസ് ഇനോമസ്. അതിൽ അഡിക്റ്റ് ആവുകയാണ് അവർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പടക്കം നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൽ MRP എഴുതിയ 100 രൂപയാണെങ്കിൽ അവൻ്റെ കോസ്റ്റ് വരുന്നത് 17 മുതൽ 20 രൂപയാണ്. ദറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ദി. അതിന് ബാക്കി വരുന്നത് മുഴുവൻ ഈ മിഡിൽ പീപ്പിളിനാണ് അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ 2000 രൂപയുടെ പടക്കം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു പെർസെൻറ്റേജ് അവർ റിഡക്ഷൻ തരും. ഒരു 25% യു ആസ്ക്, ദേ വിൽ ഗിവ് യു 10%. വർക്കേഴ്സിന് അത് കിട്ടുന്നില്ലല്ലോ അല്ലേ? അത് കിട്ടുന്നില്ല, അതാണ് അതിൻ്റെ കുഴപ്പം. ഇപ്പോൾ ഈ അവിടെ തൊഴിൽ ചെയ്ത ലേഡീസിന് 600 രൂപയും ആണുങ്ങൾക്ക് 1000 രൂപയായിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. ബട്ട് ദാറ്റ്സ് എ ഗുഡ് എമൗണ്ട് ഫോർ ദം. ഓക്കെ, ഇവിടെ ഇതിൽ കൂടുതൽ നമ്മുടെ ആൾക്കാരായിരുന്നു, അതായത് മലയാളികളായിരുന്നു. ഓക്കെ, ഇത്രയും ഭയാനകരമായ അല്ലെങ്കിൽ ഇത്രയും റിസ്ക് ഉള്ളൊരു വർക്ക് ആലോചിച്ച് നോക്കൂ. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു മോണിറ്ററി ബെനിഫിറ്റ് ഈസ് വെരി ഹൈ. അത് 2, നിങ്ങൾ ആ അപകടത്തിൻ്റെ വ്യാപ്തി, അതിൻ്റെ എത്ര മാത്രം ഏരിയയിലാണ് അത് അപകടത്തിൻ്റെ ശക്തി എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 1.2 kilometers അല്ലേ? അപ്പോൾ എത്ര മാത്രം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, എന്തെല്ലാം അൺഓതറൈസ്ഡ് കെമിക്കൽസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, എത്രമാത്രം ഭയാനകമായ സ്റ്റോറേജുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ടെമ്പററി സ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എന്താണ് ഐഡിയൽ സിനാറിയോ? ലൈസൻസ് അനുസരിച്ച് എങ്ങനെ ആയിരിക്കണം അത്? ഇറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. ഒരു ഷെഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പടക്ക വ്യാപാര പടക്ക നിർമ്മാണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മിക്സിംഗ് ഷെഡാണ് ആദ്യം വേണ്ടത്. അതായത് 2 രാസപദാർത്ഥങ്ങളെ മിക്സ് ചെയ്യുന്നു, പൊട്ടാഷ്യം നൈട്രേറ്റ്, സൾഫർ, അല്ലെങ്കിൽ അലുമിനിയം പൗഡേഴ്സ്, ഇവയെല്ലാം മിക്സ് ചെയ്യണമെങ്കിൽ മിക്സിംഗ് ഷെഡിലാണ്. ആ മിക്സിംഗ് ഷെഡിൻ്റെ വോളിൻ്റെ തിക്നെസ് 30 centimeters മുതൽ 45 centimeters വരെ. ഇപ്പോൾ മിക്സിങ്ങിനാണെങ്കിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന 45 centimeter വേണം, കുറച്ചുകൂടെ കട്ടിയുള്ള. മറ്റേതിനൊക്കെ 30 centimeter മതി പാക്കിങ്ങിനും മറ്റൊരു. പിന്നെ അതിനകത്ത് 2 ഡോർ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് വെളിയിലേക്ക് ഓടിപ്പോകാനുള്ള ഒരു ഡോറ് എമർജൻസി, പിന്നെ മറ്റേതും അത് എമർജൻസി ഡോർ പോലെ നമ്മൾ കണക്കാക്കും. മിക്സിംഗ് ഷെഡിൽ 2 ജോലിക്കാരെ വർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ അറ്റ് എ ടൈം. അതുപോലെ മിക്സിംഗ് ഷെഡിൻ്റെ പ്രവർത്തനം രാവിലെ 6 മുതൽ
ഉച്ചയ്ക്ക് 10:30 വരെ മാത്രമേ ഒക്കത്തുള്ളൂ. ബിക്കോസ് 10:30 കഴിഞ്ഞാൽ ആംബിയൻ ടെമ്പറേച്ചർ വിൽ റൈസ്. സോ അതുകൊണ്ട് നമ്മൾ ആ ടൈം ലിമിറ്റ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കർശനമാക്കിയിട്ടുണ്ട്. കേരളം പ്രത്യേകിച്ച് ശിവകാശിയിലൊക്കെ 10:30 കഴിഞ്ഞാൽ മിക്സ് ചെയ്യുന്ന നിർദ്ദേശം. അത് കഴിഞ്ഞാൽ 10:30 കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി പ്രോസിക്യൂട്ടഡ് അണ്ടർ ദി എക്സ്പ്ലോസീവ് ആക്ട്. അത് 100% വരും. അതുപോലെ ഇൻസ്പെക്ഷനിൽ പെസോ ഓഫീസർ വരികയാണ്, അവിടെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹി വിൽ ബി ചാർജ് ഷീറ്റഡ്. അപ്പോൾ അവിടെയൊക്കെ ഇത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മിക്സിംഗ് ഷെഡ്, പിന്നെ മിക്സിംഗ് ഷെഡിൻ്റെ ചുറ്റിനുള്ള സേഫ്റ്റി ഡിസ്റ്റൻസ് 18 മീറ്റർ വേണം. ഓക്കെ, അതെ. ഇത് മിക്സിംഗ് ഷെഡെന്ന് വിചാരിച്ചോളൂ. ഇത് നിങ്ങളുടെ പാക്കിംഗ് ഷെഡ്, ഇത് നിങ്ങളുടെ പ്ലാറ്റ്ഫോം. ഓക്കെ, അതായത് ഡ്രൈ ചെയ്യാനുള്ള ഈ സാധനങ്ങൾ മിക്സ് ചെയ്ത് മാനുഫാക്ചറിങ് ഷെഡിൽ വരുന്നു. ഇത് പാക്കിംഗ് ഷെഡ്. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 18 മീറ്റർ. ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ഡബിൾഡ്. ദിസ് ഡിസ്റ്റൻസ്, ഇഫ് ദർ ഈസ് നോ ബിൽഡിംഗ് ഹിയർ, ഇഫ് ഇറ്റ് ഈസ് യുവർ ബൗണ്ടറി, ദിസ് ഷുഡ് ബി 45 മീറ്റേഴ്സ്. മനസ്സിലായോ? അപ്പോൾ അത് അവരുടെ കോമ്പൗണ്ടാണ്. ഇത് എക്സ്പ്ലോസീവ് റൂളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പം മാനുഫാക്ചറിങ് ഷെഡാണ്. നമ്മളിത് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തിട്ട് ഇവിടോട്ട് കൊണ്ടുവന്നു. ഈ മുറിയുടെ ഡയമെൻഷൻ 3x3, 3x3. ഇതും 3x3 ആണ്. 3 മീറ്റർ ലെങ്ത്, 3 മീറ്റർ വിഡ്ത്ത്. ഓക്കെ, അതിനകത്ത് ഇവിടെ ഈ മാനുഫാക്ചർ ചെയ്യുന്ന ഷെഡിൽ 4 പേർക്കിരിക്കാം, മാൻ ലിമിറ്റ്. ഇവിടെ 2 പേർക്കേ ഒക്കത്തുള്ളൂ. ദാറ്റ്സ് എ ഡിഫറൻസ്. പിന്നെ ഇത് പ്ലാറ്റ്ഫോം. ഇവിടെയാണ് ഉണക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതൊരു 1 മീറ്റർ ഹൈയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. പിന്നെ ഈ മിക്സിംഗ് ഷെഡിൽ റൂഫ് എന്ന് പറയുന്ന ആസ്പെറ്റോ ഷീറ്റോ GI ഷീറ്റോ നമുക്കിടാം. പണ്ട് കാലങ്ങളിൽ ആസ്പെറ്റോസ് ആയിരുന്നു. പിന്നെ ഈ ആസ്പെറ്റോസിസ് അസുഖങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇറ്റ് ഈസ് ഇപ്പോൾ നൗ ആസ്പെറ്റോ ഷീറ്റ് ഈസ് നോട്ട് അവൈലബിൾ. വളരെ അപൂർവമായിട്ട് സിമെൻറ്റഡ് ഷീറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ GI ഷീറ്റ്. പക്ഷേ അതിൻ്റെ ട്രസ്, അതിൻ്റെ വെക്കുന്ന ട്രസ്സില്ലേ, ട്രസ് ഷുഡ് ബി ഓൾസോ MS, നോട്ട് വുഡൻ. അണ്ടർസ്റ്റുഡ്? ക്ലിയർ? അത് മുകളിൽ അതങ്ങനെ ആയിരിക്കണം. അത് റൂള് പറയുന്നതാണ്. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ to 2.5 മീറ്റർ. അതിനകത്ത് അതാണ്. എന്നിട്ട് അതിൻ്റെ ഡോറുകളൊക്കെ വെളിയിലോട്ടായിരിക്കും തുറക്കുന്നത്. കാരണം നമുക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു പോകാനുള്ള ഏക വഴി എന്നുള്ള നിലയിൽ അതിനകത്ത് ഒരു ഫയർ വർക്ക്സ് ഫാക്ടറിയിലും വയറിങ്ങോ ഇലക്ട്രിക്കലോ ഒന്നും വരാൻ പാടില്ല. ഓൺലി ഇൻ ദ ഓഫീസ് റൂം. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ the district magistrate, the ADMs are not knowledgeable about how a fireworks factory should come. ഇപ്പം പെസോ ചില ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ADMസിന്. ഞാൻ ഇരുന്നപ്പോഴൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. അവർ ദേ ആർ ടു ബിസി. സോ അവരെന്ത് ചെയ്യും, വില്ലേജ് ഓഫീസറെയോ വല്ലതും വിടും. ദേ ഡിഡ്ന്റ് നോ അബൌട്ട് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു. അപ്പോൾ ഇതിൽ നമ്മളിത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ചെറുകിട ഫാക്ടറി ഇപ്പം 15 കിലോയാണ് ADMന് കൊടുക്കാനുള്ള ലൈസൻസ്. കേരളത്തിൽ ആകെ കൂടി 2 പെസോ ലൈസൻസേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ഇതിന് വരത്തില്ല അവർ. കാരണം പെസോ വിൽ നോട്ട് ഗീവ് എനി ലൈസൻസ് വിത്തൗട്ട് ദിസ് 18 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ്, വിത്തൗട്ട് ദിസ് 12 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് ഫോർ ദി മാനുഫാക്ചറിങ് ആൻഡ് പ്ലാറ്റ്ഫോം. ആൻഡ് ദർ ഈസ് അനദർ വൺ ദാറ്റ് ഈസ് കോൾഡ് ദ മാഗസീൻ. This is where we are storing the fireworks after manufacturing. മാനുഫാക്ചർ ചെയ്ത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് വെക്കുന്നു. ഓക്കെ, ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ മിക്സിംഗ് യൂണിറ്റും മാനുഫാക്ചറിംഗ് യൂണിറ്റും പറഞ്ഞാൽ മിക്സ് ചെയ്ത് ഈ കരിമരുന്ന് ക്രാക്കർ ആക്കുന്നതാണ് മാനുഫാക്ചറിങ്. അത് കഴിഞ്ഞ് ഇതിവിടെ വന്നിരുന്ന് പാക്ക് ചെയ്യും. മനസ്സിലായി? പാക്ക് ചെയ്തിട്ട് ഇവനെ ഞാൻ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് മാഗസീനിലോട്ട് വെക്കും. സോ ദിസ് ഇസ് ദ പ്രോസസ്. ക്ലിയർ? അവിടെയാണ് ഒരു കാര്യം. പാക്ക് ചെയ്തിട്ടാണോ ഇത് പ്ലാറ്റ്ഫോമിൽ ഉണക്കാനായിട്ട്? അല്ല, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാനുഫാക്ചർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഉണക്കാൻ വെക്കും. ഉണക്കാൻ വെച്ചിട്ട് പിന്നെ പാക്ക് ചെയ്യും. ഇവൻ മിക്സിങ്ങിലേ ഉള്ളൂ. ഈ മിക്സിങ്ങിൽ പ്രഷർ കൂടി കഴിഞ്ഞാൽ
ചെയ്യില്ല, പിന്നെ ബ്ലാസ്റ്റ് ആവില്ല. എന്ത് പ്രഷർ കൊടുക്കും? അല്ല, ഇവരിങ്ങനെ ഇത് നിറയ്ക്കുമ്പോൾ അവിടെയൊക്കെയാണ് നിങ്ങൾ കറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ നിറയ്ക്കുന്നു നമ്മളെന്താ പറയുക, ഫ്ലവർ പോട്ട്സിന് മലയാളത്തിൽ പറയാം ഇങ്ങനെ പൂക്കുറ്റി അല്ല ഫ്ലവർ പോട്ട്സ് മലയാളത്തിൽ കൊരോപ്പുണ്ട്. കൊരോപ്പ് ഇങ്ങനെ വന്നിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ മുകളിലൂടെ ഇങ്ങനെ ഇത് വരുന്ന ഈ ഫ്ലവർ പോട്ടിനകത്തോട്ട് നമ്മൾ ഈ മരുന്നുകളൊക്കെ നിറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റെം ചെയ്യണം. സ്റ്റെം ചെയ്യാൻ ഉപയോഗിക്കുന്നത് വുഡൻ ലോക്സ് ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, MS-ൻ്റെ ചെറിയ കമ്പി എടുത്തിട്ട് അപ്പോൾ ആ സ്പാർക്ക് വരാം. മനസ്സിലായ? ആ സ്പാർക്കിൽ നിന്ന് ഒരു തീപ്പരി വന്നാൽ ഗൺ പൗഡർ ഈസ് സോ ഡേഞ്ചറസ്, വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പം ഞാൻ തന്നെ എനിക്കറിയാം, മാവേലിക്കര എന്നൊരു സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അജിത്തുമായിട്ട് ഞാൻ കുറച്ച് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് അത് നശിപ്പിക്കാനായിട്ട് ആ മാവേലിക്കര പോലീസ് സ്റ്റേഷൻ്റെ അപ്പോൾ ഞാൻ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് അവിടെ നശിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഗൺ പൗഡർ ഉണ്ടായിരുന്നു, ഈ ഗൺ പൗഡർ. അപ്പം ഉച്ചയ്ക്ക് 2 മണിയാണ്ടായി. അപ്പം ഐ എം വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ എൻ്റെ സുഹൃത്തും എന്നെ സഹായിക്കാനായിട്ട് വന്നു. എൻ്റെ ഡ്രൈവറും എല്ലാവരും വന്നു. പിന്നെ പോലീസുകാർ അവർ ഇത് എടുത്തു വെക്കാനും ഒക്കെ സഹായിക്കും പോലീസുകാരുടെ അവിടെ. ഞാൻ പറയുകയാണ് ഇതിങ്ങനെ വിരിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം തിരിച്ചു പൊക്കോളൂ, ഫയറിങ് ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ അവിടെ എല്ലാം നമ്മൾ തന്നെ ഫയർ ചെയ്യും, അവരെ ആരെയും എടുക്കത്തില്ല. അപ്പം ഞാൻ സാധാരണഗതിയിൽ ഒരു തൂവാല വിരിച്ച് ഇങ്ങനെ നോക്കും വെർ ഇസ് ദ വിൻഡ് കമ്മിങ് എന്നുള്ളത്. നമ്മളവിടെ പോയി മിഡിലിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയില്ല വിൻഡിൻ്റെ ഡയറക്ഷൻസ്. അവിടുത്തെ തെങ്ങിൻ്റെ ഓലകളും പോകുന്നതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെയൊക്കെ. അന്ന് ഞാൻ വിൻഡിൻ്റെ ഡയറക്ഷൻ നോക്കിയപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ എനിക്ക് ഫയർ ചെയ്യാം. അപ്പോൾ ഫയർ ചെയ്യാനായിട്ട് നമ്മളൊരു സ്റ്റിക്കിൽ ഒരു തുണി കെട്ടിയിട്ട് നമ്മളൊരു കെറസിനിൽ മുക്കും. എന്നിട്ട് നമ്മളൊരു ദൂരെ നിന്നിട്ടാണ് അത് ഫയർ ചെയ്യുക. കാരണം പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ദാറ്റ് സെക്കൻഡ് ദ വിൻഡ് ഹാസ് ടേൺ ദ ഓപ്പോസിറ്റ് സൈഡ്. എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. സോ വി റാൻ ബാക്ക്. ഓണസ്റ്റ് ദൈവാധീനത്തിന് നമ്മളെ പൊള്ളലേറ്റില്ല, അല്ലെങ്കിൽ വി വിൽ ബി ബേൺഡ് ലൈവ്. അതാണ് ഈ ഗൺ പൗഡറിൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്, വെരി ഡേഞ്ചറസ് ഓഫ് ദാറ്റ്. ഈ ലൈസൻസ് ആവശ്യമുള്ളത് മിക്സിങ്ങിനാണോ? ഞാൻ ചോദിക്കുന്ന ഓരോന്നിനും സെപ്പറേറ്റ് ലൈസൻസ് ആണോ? മിക്സിങ്ങിന് ഒന്ന് അല്ലെങ്കിൽ അല്ല അത് മാനുഫാക്ചറിങ് പ്രോസസ്സ്. നമ്മൾ കൊടുക്കുന്നത് ഫയർ വർക്സ് എത്ര കിലോ, 400 കിലോ. ചൈനീസ് ക്രാക്കേഴ്സ് എത്ര കിലോ നിങ്ങൾ ഉണ്ടാക്കണോ? ചൈനീസ് ക്രാക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാലപ്പടക്കമില്ലേ, ആ സാധനം. പാം ലീഫ് ക്രാക്കേഴ്സ് എത്ര എണ്ണം, ഓക്കെ, അതിനാണ് നമ്മൾ ലൈസൻസ് കൊടുക്കുക. അപ്പോൾ ദേ ഷുഡ് ബി ആ ലൈസൻസ് കപ്പാസിറ്റിയിൽ നിൽക്കണം. അപ്പോൾ മിക്സിങ്ങിന് നമ്മൾ പറഞ്ഞില്ലേ 2.5 കിലോ 5 കിലോ ആ ലിമിറ്റിലേ മിക്സ് ചെയ്യാനൊക്കെയുള്ളൂ ഒറ്റത്തവണ, 2.5. അപ്പോൾ അതിന് ആ ലിമിറ്റിൽ കൂടെ ഇവരെല്ലാം തന്നെ ഇത് കൂടുതൽ മിക്സ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ദേ വാണ്ടഡ് ടു ഫിനിഷ് ഇറ്റ് ഓഫ് ഫാസ്റ്റ്. സോ അവിടെയാണ്. അപ്പോൾ എന്താണ് പെസോ റൂൾസിൽ പറയുന്നത്, ദ ഫ്ലോറിംഗ് ഷുഡ് ബി സ്മൂത്ത്, ദർ ഷുഡ് നോട്ട് ബി എനി പിറ്റ്സ് ഓർ ഡിപ്രഷൻസ്, ഇറ്റ് ഷുഡ് ബി വെരി വെരി ക്ലീൻ, നീറ്റായിരിക്കണം. അതിനകത്ത് യാതൊരുവിധ പിറ്റും ഡിപ്രഷൻസും ഒന്നും ഉണ്ടാവരുത്. സോ ദാറ്റ്സ് വാട്ട് ദേ വെർ ടു ബി വെരി ക്ലീൻ ആൻഡ് നീറ്റ്. അപ്പോൾ എന്താണ്, നമ്മളിതിന് മിക്സ് ചെയ്യുമ്പോൾ ഒരു കാരണവശത്താലും ഒന്നും ഉണ്ടാവില്ല. അവർക്കവിടെ നമ്മുടെ സ്റ്റൂൾസ് ഉണ്ടായിരിക്കും, അതിലിരുന്നായിരിക്കും അവർ മിക്സ് ചെയ്യുന്നത്. ആ മിക്സിങ് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ വാച്ച് കാണരുത്, ഒന്നും കാണരുത്. ഇതൊക്കെയാണ് നമ്മുടെ റൂൾ. ഇവിടെ എന്തായിരുന്നു, ഇവിടെ ഒരു ടോർപോളിയം വിളിച്ചിട്ട് തറയിലിട്ടിട്ട് മിക്സ് ചെയ്യും. കുറച്ചൊരു 3 മീറ്റർ അപ്പുറത്തോ 2 മീറ്റർ അപ്പുറത്തോ സ്ത്രീകൾ ഫ്യൂസ് ഉണ്ടാക്കി അവർ വിരിച്ചിടും. തൊട്ടപ്പുറത്ത് ഒരു 3 മീറ്റർ 1 മീറ്റർ അപ്പുറത്തെ കാണാം. അടുത്ത ആളുകൾ ഇതെല്ലാം കൂടെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഡ്രൈയിങ്ങിന് പ്ലാറ്റ്ഫോമോ ഒന്നും തന്നെ ഇല്ല. സോ ജസ്റ്റ്
അവർ അങ്ങനെയാണ് കാണുന്നത്. ദേ വിൽ നോട്ട് ഡു എനി, അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇനിയും അവർ പോകില്ല ഈ വർക്കിന്. ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ആഘാതത്തിൽ അവർ പോകാതിരിക്കുന്നത്. പക്ഷേങ്കിൽ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വെടിമരുന്നെന്ന് പറയുന്നത് ഈ വെടിമരുന്ന് നിർമ്മാതാക്കൾക്ക് അവർക്കൊരു ലഹരിയാണ്. ദാറ്റ് ദേ ആർ അഡിക്റ്റഡ് ടു ഇറ്റ്. നമ്മൾ മദ്യത്തിന് അടിമയാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ മാനുഫാക്ചറേഴ്സ്. മാത്രമല്ല, ദേ ആർ സോ അഡിക്റ്റഡ്. അതായത് ഈ 10 നിലയിൽ പൊട്ടുന്നു, 15 നിലയിൽ പൊട്ടുന്നു എന്നൊക്കെ അവർ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് അത് എക്സ്പ്ലെയിൻ നിങ്ങൾ അദ്ദേഹത്തോട് പോയി ഒന്ന് സംസാരിച്ച് നോക്കൂ. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് എല്ലാം ചോദിക്കാം. നിങ്ങൾ ഇവിടെ എല്ലാം പടക്കക്കടകളുണ്ട്. ഏതെങ്കിലും പടക്കക്കട, താങ്കൾ വീട് എവിടെയാണ്? തിരുവനന്തപുരം. കൊച്ചിലെ ഉള്ള പടക്കക്കട വരെ ഇപ്പോഴും ഉണ്ട്. ഒരു പടക്കക്കട ക്ലോസ് ആവില്ല. എന്തുകൊണ്ടാണ്? വൈ? യെസ്. പടക്കക്കട പൂട്ടിയിട്ടുള്ളത്, ശാലയിൽ വരെ പൂട്ടിയിട്ടുള്ളത് ബിക്കോസ് ഹി ഹാഡ് ക്രോസ് ഓഫ് ഡെപ്സ്. അയാൾക്ക് എടുക്കാൻ പൈസ ഇല്ല. അയാൾ വേറെ എന്തോ ബിസിനസ്സിൽ കൊണ്ട് അയാൾ പൈസ ഇട്ട് അയാൾ പൊളിഞ്ഞ് നാരണക്കാലായതുകൊണ്ടാണ് ശാലയിൽ ഒരു പടക്കക്കാരനെ തുടങ്ങാൻ അയാൾ എന്തെങ്കിലും, ഞാൻ പറയുകയാണ്, അയാൾ എന്തെങ്കിലും അയാളുടെ ആ നഷ്ടങ്ങൾ നികത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബിസിനസ് ഹി വിൽ സ്റ്റാർട്ട് ഈസ് പടക്കക്കട. You see anywhere in Kerala or Tamil Nadu or anywhere, there traditionally they will fight for that business. ഏത് കോർട്ടിൽ പോയാലും അവർ ഫൈറ്റ് ചെയ്യും. സർപ്രൈസിംഗ് ആണ്. കാരണം താങ്കൾ പറയുന്നുണ്ടായിരുന്നു 2 ലൈസൻസാണ് ആകെ കേരളത്തിലെ ഇഷ്യൂ. അതെ, കാരണം ബർമ ഫയർവർക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, ചാമ്പ്യൻ ഫയർവർക്സ് ഇരിഞ്ഞാലക്കുട, ഇവർക്ക് 2 എപ്പിസോഡ് ലൈസൻസ് ഉള്ളൂ. അവർ മാനുഫാക്ചർ ചെയ്യുന്ന ഈ ഏരിയയിലായിട്ടൊന്നുമില്ല. അവർ മാനുഫാക്ചർ ചെയ്യുന്നത് ഫ്ലവർ പോട്ട്, അങ്ങനെയൊക്കെയുള്ള ചെറുകിട ആറ്റം ബോംബ്, അങ്ങനെയൊക്കെയുള്ള ചെറുകിട പടക്കങ്ങൾ മാത്രം അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. കാരണം അവർക്കറിയാം കേരളമാണ്, ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്. അവർ റിസ്ക് എടുക്കുകയില്ല. ദേ വിൽ നോട്ട് ടേക്ക് എനി റിസ്ക് ഓൺ ദാറ്റ്. ബാക്കി എല്ലാ കോൺട്രാക്ടേഴ്സും ലൈസൻസ് ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. ഏത്? ഈ 2 പേരൊഴികെ ബാക്കി എല്ലാവരും ഡിസ്ട്രിക്ട് കളക്ടറുടെ ലൈസൻസ് എടുക്കും, ADM ലൈസൻസ്. പെസോയുടെ ലൈസൻസ് ഇല്ലാതെ. അതെ, പെസോയ്ക്ക് ലൈസൻസ്, പെസോയുടെ 15 കിലോ വരെ മാനുഫാക്ചർ ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ ലൈസൻസ് മതി. പക്ഷെ അതാണല്ലോ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലേ സാർ? എവിടെയോ മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ ഇതേ സാധനം തന്നെ 15 മൾട്ടിപ്പിൾ ടൈംസ് മാനുഫാക്ചർ ചെയ്ത് ഈ ഒരു ലിമിറ്റിലേക്ക്. അത് ശരിയാണോ? ഈ 15 എന്ന് പറഞ്ഞാലും അതിനെ മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്? അതെ, കറക്റ്റ്, അതാണ് ഉണ്ടാക്കുന്നത്. കാരണം 15 കിലോയുടെ ഒരു ലൈസൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പം ഒരു മാസത്തിൽ ഹൗ മെനി ടൈംസ് മാനുഫാക്ചർ ചെയ്യാമെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് കളക്ടർ. ഓക്കെ, ലൈസൻസിൽ അത് സ്പെസിഫൈ ചെയ്യുന്നില്ല. 3 ടൈംസ് സ്പെസിഫൈഡാണ് എല്ലാവർക്കും. അത് കഴിഞ്ഞ് ആവശ്യകത അനുസരിച്ച് അവർ അപ്ലൈ ചെയ്യുമ്പോൾ കളക്ടർ അത് അമെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദേ ക്യാൻ മേക്ക് ഇറ്റ് 6 ടൈംസ്, ദേ ക്യാൻ മേക്ക് ഇറ്റ് 10 ടൈംസ്, ദേ ക്യാൻ മേക്ക് ഇറ്റ് 15 ടൈംസ്, ദേ ക്യാൻ മേക്ക് ഇറ്റ് 20 ടൈംസ്. ദാറ്റ്സ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കളക്ടർ. ഹി വിൽ സീ വെദർ ഇറ്റ് ഈസ് റിക്വയർഡ് ഓർ നോട്ട്. അതെന്തുകൊണ്ട് അതിൻ്റെ കാൽക്കുലേഷൻസ്. ഞാൻ ജില്ലാ കളക്ടർമാരിൽ ഏറ്റവും നല്ലൊരു കളക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂരിൽ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ഒരു ഡോക്ടറാണ്. അല്ലല്ല, ശരിക്കല്ല, അനോ ഐ വാസ് then the veterinary doctor, I will tell you, his name is this means with me. He is one of the best IAS officers who had calculated the entire thing in a very nice way. All calculation done, അല്ലാതെ അദ്ദേഹം ലൈസൻസ് കൊടുക്കുകയില്ലായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ഓഫീസേഴ്സാണ് റിയലി കൗശികൻ. ഹി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫീസേഴ്സ്. ദെൻ അനുപമ ഓൾസോ വാസ് ദ ഗുഡ്. കൗശികൻ്റെ നിന്ന് അനുപമയാണ് ചാർജ് എടുക്കുന്നത്. അപ്പോൾ ആൻഡ് കൗശികൻ every minute he will call me and ask me how to analyze this, how to calculate it. And on his years, 2 years, അപ്പോൾ ഈ 2 വർഷം അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ
The entire things has changed. There was not a single accident in any of the 5X premises because he was continuously monitoring. See, the thing is that if you give the work to your junior officer who is not conversant with it, who is not technically sound, who cannot study the things, this will happen. These accidents will happen. Whereas Mr. Kaushikan took over that work and did it very genuinely. He did the calculations of each, and if he had a doubt, he will WhatsApp me how to do it, how we can manage it. And 2 years I was at Hyderabad at that time. So ഈ വെടിക്കെട്ട്, തൃശ്ശൂരിലെ വെടിക്കെട്ടിന് ഏകദേശം 16 വർഷം ഞാൻ അതിൻ്റെ ഇൻവോൾവ് ആയിരുന്നു. ഓക്കെ, 2006 ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് പാറമേക്കാവിൻ്റെ മാനുഫാക്ചറിങ് പ്രിമിസസിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അതിൽ 7 പേര് മരിക്കുകയും 14 പേർക്ക് ഇഞ്ചുറി ചെയ്യുകയും ചെയ്തു. ആ മരണത്തിന് ശേഷം അന്ന് ഉണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ the entire fireworks was stored in the magazines itself. സോ നമുക്കത് അവിടുന്ന്, പക്ഷേ കുറച്ച് മറ്റേ പറമേക്കൻ്റെ പ്രിമിസസിൽ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപകടം ഉണ്ടാകുന്നു. ദ ലാസ്റ്റ് ബട്ട് 1 day അങ്ങനെ എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് ഈ അപകടം, അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവരിതെല്ലാം ഇങ്ങോട്ട് മാറ്റി, ഈ 2000 കിലോ മാഗസീൻസിലേക്ക് മാറ്റി. ആ മാഗസീൻസിൽ ഇരുന്ന പടക്കം നമ്മൾ അവിടെ ആ മൈതാനത്ത് ഈ വെടിക്കെട്ട് പോലെ തന്നെ നടത്തി നശിപ്പിച്ചു. അതേ പ്രോസസ്സ് വി ടുക്ക്, അതുപോലെ തന്നെ വെടിക്കെട്ട് പോലെ തന്നെ നടത്തി നശിപ്പിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അത് വേറെ ഒരു അഗ്രികൾച്ചർ ഫീൽഡിലേക്കോ വല്ലതും കൊണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് റിസ്കി. അപ്പോൾ കാരണം ഇതിനകത്ത് പൊട്ടാഷ്യം ക്ലോറൈഡിൻ്റെ അംശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ്. അപ്പോൾ ഈ അന്ന് നമ്മൾ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആക്സിഡൻറ്റ്സ് നിന്നു. പക്ഷേ അത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ, 20 കൊല്ലമായിട്ട് ഒറ്റ അപകടം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെയോ നെന്മാറ വേലയുടെയോ ഒന്നും മൈതാനത്തുണ്ടായിട്ടില്ല, അറ്റ് എ ഡിസ്പ്ലേ സൈറ്റ്. അതെന്തുകൊണ്ട്? ബിക്കോസ് ദേ ആർ വെരി കീൻ ദാറ്റ് ദെയർ ഡിസ്പ്ലേ സൈറ്റ് ഷുഡ് ബി സേഫ്റ്റി ഒബീഡിയൻ്റ് ആയിരിക്കണം, സേഫ്റ്റി കോൺഷ്യസ് അവർക്കുണ്ട്. ദേ ഡു ദ SOPs. അവരതിന് വളരെ സ്ട്രിക്റ്റാണ്. ഞാനും ഈ അനുപമയും കൗശികൻ ഇവരെല്ലാം IAS ഓഫീസേഴ്സ്, അവരുമായിട്ടൊക്കെ രാത്രി 2:30-3 മണി വരെ ഈ വെടിക്കെട്ട് കഴിയുന്നവരെ ഞങ്ങളവിടെ സൈറ്റിലായിരിക്കും. ഞങ്ങളുടെ മുന്നിലാണ് കൂട്ടപ്പിരിച്ചിലുണ്ടാവുക. ഐ വാസ് സിറ്റിംഗ് വിത്ത് കൗശികൻ ഇൻ ദ മിഡിൽ വെയർ ദ കൂട്ടപ്പിരിച്ചിൽ, ആ ലാസ്റ്റ് ഫേസ്. യു ആർ സീൻ ഇറ്റ്? നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് യു മസ്റ്റ് ഫീൽ ഇറ്റ്. യു മസ്റ്റ് ഫീൽ ദാറ്റ് അയലൈറ്റിൻ്റെ ഹോട്ടലിൻ്റെ മുകളിൽ വല്ലതും പോയിരുന്ന് കാണണം. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ഫീലിംഗ്. യുവർ ഹാർട്ട് വിൽ സ്റ്റോപ്പ്. ദാറ്റ് മച്ച് sound and other things will come in that one. Asia's largest fireworks display ആണിത്. This is Asia's largest fireworks display. പക്ഷേ ഇതിൻ്റെ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാം. ഇതിലെ ഉണ്ടാക്കുന്ന കലാകാരന്മാർ, അവരെ കലാകാരന്മാരെന്ന് തന്നെ പറയാം നമുക്ക്, നോട്ട് മാനുഫാക്ചറേഴ്സ്. അതിലെ കുഴിമിന്നൽ ഇതൊന്നും വേറെ ഒരു രാജ്യത്തുമില്ല. ദിസ് ഫയർവർക്സ് ഈസ് എൻറ്റയർലി the fireworks made by the artist in തൃശ്ശൂർ. നിങ്ങൾക്കറിയുമെന്നറിയില്ല, അവിടുത്തെ തൃശ്ശൂരിലെ തിരുവമ്പാടിയുടെ ഒരു വിഭാഗത്തിൽ അവിടെ കുറച്ച് ഇതിൽ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. സം മേനോൺസ്, ഐ വിൽ ടെൽ ദം. അവർ ദേ ആർ ക്രേസി ഓൺ ദിസ്. അവരുടെ മക്കളെല്ലാം US for 20-26 years they are all at US. ഇദ്ദേഹവും അവിടെയാണ്. ഈ സമയമാകുമ്പം ദേ ഓൾ വിൽ ബി 3 months ഇവിടെ ആയിരിക്കും. എന്നിട്ട് ഈ മിക്സ് ചെയ്യാനും ഇത് ഉണ്ടാക്കാനും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരുടെ കയ്യിലുള്ള നോളജ് ഉണ്ടല്ലോ. ഈച്ച് ഓഫ് ദി കെമിക്കൽസ് ദേ നോ, ഈച്ച് ഓഫ് ദി പ്രോസസ് ദേ നോ, ഈച്ച് ഓഫ് ദി സേഫ്റ്റി പ്രിക്കോഷൻസ് ദേ നോ. See, some of these items like കുഴിമിന്നൽ,
ഇവയൊക്കെ ചിലതിൻ്റെ പേര് ഗർഭം കലക്കി എന്നാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ദാറ്റ് നെയിം ഇറ്റ് സെൽഫ് ഈസ് ഗർഭം കലക്കി. അതെല്ലാം ഞാൻ നിർത്തിച്ചു. ദാറ്റ് ഓൾ വി ഐ സി. ഇവർ നേരത്തെ 12 ഇഞ്ച് 14 ഇഞ്ച് 20 ഇഞ്ച് വരെയൊക്കെ പൊട്ടിക്കുമായിരുന്നു. സൈസ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദി സൈസ്. ഐ സ്റ്റോപ്പ് ടു 6. ഇവരുമായിട്ട് ഞാൻ മൈതാനത്ത് വെച്ച് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ ഐ ടുക്ക് ദം 6 ഇഞ്ചിൻ്റെ പെർമിഷൻ കൊടുത്തിട്ട് അവർ ഒരു ദിവസം 8 ഇഞ്ചിൻ്റെ കൊണ്ടുവന്നു. കൗശികനിരിക്കുമ്പോൾ മിസ്റ്റർ കൗശികൻ വാസ് ദ ഡിസ്ട്രിക്ട് കളക്ടർ. We never allowed them. We specifically said, you remove it. We will not allow that. We will not. അവിടെ 2 മണിക്കൂർ വെടിക്കെട്ടിൻ്റെ ഡിലേ ആയി അന്നത്തെ. ഞാനുമായിട്ടുള്ള വഴക്ക്. സുനിൽകുമാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓടി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യം അദ്ദേഹം ചോദിച്ചു നമുക്ക് ചെയ്താലോ. ഞാൻ പറഞ്ഞു നോ, നത്തിങ് പോസിബിൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യെസ്, യുവർ ഡിസിഷൻ ഈസ് ഫൈനൽ, വി വിൽ നോട്ട് കമ്പൽ യു ടു ഡു എനിത്തിങ്. അവരെ കൊണ്ട് അത് മുഴുവൻ എടുപ്പിച്ച് മാഗസീനിലാക്കി പിറ്റേ ദിവസം ഡിസ്ട്രോയ് ചെയ്തു. പക്ഷേ അത് നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഇവരെല്ലാം പാഷനേറ്റാണ്. എന്നിട്ട് ഇവരെല്ലാം തന്നെ അത് പൊട്ടിച്ചു കഴിഞ്ഞാലും പിന്നെ ഒരു ഉച്ചയ്ക്കൊരു പൊട്ടിക്കലുണ്ട്. ദാറ്റ് ഈസ് അതിന് ഒരു ഫംഗ്ഷൻ്റെ പേരുമുണ്ട്. അത് പകൽപൂരത്തിന് ഇവർ വേറെ ഇത് നമ്മളറിയില്ല. പകൽപൂരത്തിന് ഭയങ്കര വെയിലായിരിക്കും. നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ലാസ്റ്റ് മിനിറ്റിൽ എവിടുന്നെങ്കിലുമൊക്കെ സാധനം വരും. ദാറ്റ് വി കനോട്ട് ഡു എനിത്തിങ് അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, ദേ ആർ ക്രേസി മീൻസ് അതിന് വേർഡുകൾ നമുക്ക് വേറെ വേർഡൊന്നും ഉപയോഗിക്കാനൊക്കാത്ത രീതിയിലുള്ള ക്രേസിനെസ്സാണ് ദ ഫാൻസ് ഓഫ് ദി തൃശ്ശൂർ പൂരം. So you understand that 2 lakhs people who throng around the entire area, 2 lakhs ഒന്നും അല്ല. അതുമല്ല, ഈ ഫൈനൽ പോയിന്റിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ അനുപമ അവർ കളക്ടറായിരുന്ന സമയത്തും നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് അപ്പോൾ എന്താ പറ്റുന്നത്, ഈ സേഫ്റ്റി ഡിസ്റ്റൻസ് അറ്റ് ദി ഫൈനൽ ഫിനിഷിംഗ് പോയിന്റ് ഈസ് നമ്മൾ ഒന്ന് മെഷർ ചെയ്തപ്പോൾ 97 മീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ 3 meters ലെസ്സായി. കാരണം ജനം ഇങ്ങോട്ട് കയറുകയാണ്. ഐ സെഡ് നത്തിങ് ഡൂയിങ്, ബാരക്കേഡ് ഇറ്റ്. ഓക്കെ, അപ്പം ബാരക്കേഡ് ചെയ്തേ പറ്റൂ. ഐ വാണ്ട് 100 meters ഇൻ ദാറ്റ് ഫിനിഷിംഗ് പോയിന്റ്. ഓക്കെ, സോ ദേ വിൽ പുഷ് ദ പീപ്പിൾ ഔട്ട്. എന്നിട്ട് ആ താൽക്കാലിക ബാരക്കേഡ് അവിടെ കൊണ്ടുവെക്കും. ഓക്കെ, അത് അവരിതെല്ലാം സഹകരിക്കും കേട്ടോ. ഇതൊക്കെ ചോദിക്കട്ടെ, 100 meter എന്ന് പറയുന്നത് ഈ സ്പാർക്ക് വീഴാൻ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഏരിയ, ആ ഒരു അല്ല, അങ്ങനെയല്ല. സി കറക്റ്റ് പൊട്ടിക്കുന്ന സ്ഥലം ഇത് കുഴികൾ നോക്കൂ, 1 2 3 4 5 6 കുഴികൾ. എന്നിട്ട് ഇതിൻ്റെ ബൗണ്ടറി ഉണ്ട്. സോ വി ടേക്ക് ദ മെഷർമെൻറ്റ് ഫ്രം ദാറ്റ് ബൗണ്ടറി ടു ദ ക്രൗഡ്. ദാറ്റ് ഈസ് 100 meters. ദാറ്റ് ഷുഡ് ബി 100 meters. പക്ഷേ ഇവർക്ക് ഈ 2 ലക്ഷം ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇതാ, ദാറ്റ് ത്രോപ്പ്, ദാറ്റ് അവരുടെ ആ ആവേശം ഉണ്ടല്ലോ. ദാറ്റ്സ് if you are in the ground, you understand the ഒരു ക്രിക്കറ്റിൽ സച്ചിൻ സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അതേ സെയിമാണ് ആ സൗണ്ട് വരുന്നത് അവിടെ ആ സമയത്ത്. ദാറ്റ് ഫിനിഷിംഗ് പോയിന്റിൽ ഇത്രയും സൗണ്ട് കഴിഞ്ഞിട്ടും ജനങ്ങളുടെ ആരവം, ദാറ്റ് ഈസ് സംതിങ്, ദാറ്റ് ഈസ് യുണീക്ക്. യു കനോട്ട് ഫീൽ ഇറ്റ് until you are at the ground. ദാറ്റൊക്കെ 16 വർഷം അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ സെയിങ് ദാറ്റ് how this, see, I'm not against this to be stopped or anything, but it should be done judiciously, it should be done safely, and they should follow the rules. നിങ്ങൾക്കറിയോ, 100 വർഷമായിട്ട് ഒരു അപകടവും നടക്കാത്ത ഫാക്ടറികൾ തമിഴ്നാട്ടിലെ ശിവകാശിയിലുണ്ട്. 42 ഫാക്ടറികളിൽ ഇന്നുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. അവർ ഈ ഏരിയൽ ഐറ്റം എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ആ മുട്ടിൻ്റെ വേറെ രൂപങ്ങൾ, ഏരിയൽ ഐറ്റം ദേ കോൾ ഇറ്റ്. ദേ ആർ മാനുഫാക്ചറിങ് ഇറ്റ്. ബട്ട് ദർ ആർ ഫാക്ടറീസ് ഹു ഡസൻറ്റ് ഹാവ് എനി ആക്സിഡൻറ്റ്സ് ഇൻ ശിവകാശി. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ എന്ന് പറയാനൊക്കത്തില്ല. ദിസ് ഈസ് ദ കമ്മിറ്റ്മെൻറ്റ് വിത്ത് ദ വർക്കേഴ്സ്, ദാറ്റ്സ് ദ കമ്മിറ്റ്മെൻറ്റ് വിത്ത് ദ മാനേജ്മെൻറ്റ്, ദോസ് ഹു ആർ മാനുഫാക്ചറിങ് ഇറ്റ്. അതില്ലാത്തടത്തോളം കാലം ദിസ് വിൽ കണ്ടിന്യൂ ഓൺ. ഇതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ.
ഈ ചെറുകിട വ്യവസായങ്ങൾ, ഈ ചെറുകിട ഫാക്ടറികൾ, ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഇവിടെ ആയിരിക്കില്ല, 100% എനിക്ക് ഉറപ്പാണ്. ഈ പറയുന്ന സർവേ നമ്പറിലൊന്നും ആയിരിക്കുകയില്ല, തെറ്റായിരിക്കും. അദ്ദേഹത്തിന് വല്ല മലമുകളിലോ ആരുമില്ലാത്ത സ്ഥലത്തായിരിക്കും അദ്ദേഹം അവിടെ 4-5 ഷെഡ് അന്ന് പണിഞ്ഞ് കാണും. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ആൾക്കാർ, തഹസിൽദാരും RDO ഒക്കെ അന്ന് പോയി കാണും അവിടെ. എന്നിട്ടായിരിക്കും അവർ ലൈസൻസ് കൊടുത്തത്. ആ സമയത്ത് ഇതെല്ലാം കാണും. അത് 18 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് ആ മലമുകളിലുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അത് എന്നിട്ട് അവിടെ ഷെഡും മാഗസീനും ഒക്കെ കാണുമായിരിക്കും. ഐ ഫീൽ ദാറ്റ് ബിക്കോസ് വി ആർ നോട്ട് പെസോ ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്സ്. അവരുടെ റോൾ അവർക്കാണ്, നമ്മുടെ റോൾ നമുക്കാണെന്നുള്ളത് പറയുന്ന പോലെ. ഐ കനോട്ട്, നമുക്ക് തന്നെ നമ്മുടെ പ്രിമിസസ് നോക്കാൻ സമയമില്ല. പെസോ ഈസ് ഹാവിങ് ഇൻ വൺ സ്റ്റേറ്റ് ഓൺലി 2 ഓഫീസസ്. They are looking after petroleum, they are looking after gas cylinder, they are looking after explosives, quarries, mines and other things, and fireworks. They are looking after cross-country pipelines, and they have to attend any calls which any government of bodies will request for their suggestions. അതിനൊക്കെ ആൻസർ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ this 2 offices, how can it be done all this one? They work up to 9 o'clock and then only going to home. So their workload is so immense. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിൽ വരുന്ന ഈ എക്സ്പ്ലോസീവ്സ് അതിനെ ഡിസ്ട്രോയ് ചെയ്യണം. ദാറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദീസ് സിസ്റ്റേഴ്സ്. അൺഓതറൈസ്ഡ് എക്സ്പ്ലോസീവ്സ് മാത്രമാണ് go to the bomb squad of the police. All the authorized explosives has to be destroyed by the PESO officers. That's the rule states. റൂൾ പറയുന്ന പെസോ ഓഫീസർ ആയിരിക്കണം ഓതറൈസ്ഡ് എക്സ്പ്ലോസീവ്സ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യാനാണ്. സാർ, ഈ തൃശ്ശൂരിലെ കേസിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈവൻ ഇഫ് ഇറ്റ് ഈസ് അൺലൈസൻസ്ഡ് പ്രമിസസ് ആണെന്ന് വിചാരിക്കുക, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അറിയാം ഇവിടെ ഇങ്ങനെ ഹ്യൂജ് ഒരു ഇത് നടക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്, അവർ വേർ ആർ യു മാനുഫാക്ചറിങ് എന്നവർ ചോദിക്കുകയും അവിടെ പരിശോധിക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് the police, not only the district collector, the ADM, the RDO, the Tahsildar, village officer, they should make a team and go to where they are manufacturing these fireworks. Whether the license, the survey number they are manufacturing, whether they are maintaining 15-meter safety distance for the mixing shed, whether the mixing shed is in proper order, whether any electrical lines has been taken. എന്തിനാ ഇലക്ട്രിക്കൽ ലൈൻ? ബിക്കോസ് പെസോ റൂൾസ് പെർമിറ്റ് ഓൺലി അപ് ടു 6 to 6. എന്തിനാ ലൈറ്റിൻ്റെ ആവശ്യം? അപ്പം ആ വയറിങ് എടുത്തത് തന്നെ തെറ്റാണ്. ഇത് വയറിങ്ങോ ആംബിയൻറ്റ് ടെമ്പറേച്ചറോ ഒന്നുമല്ല. അവിടെ ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഇത്രയും പ്രസ് മീഡിയ പേഴ്സൺസ് വെയർ റോമിങ് അറൗണ്ട് ദാറ്റ്. They were sitting with their, you can see the press person wearing shoes, sitting with a lady and then were discussing. So, I will tell you, അന്ന് വന്ന വിസിറ്റേഴ്സിൻ്റെ ആരുടെയെങ്കിലും കാലിൽ നിന്ന് ഒരു ഗ്രിറ്റ് മണ്ണിൻ്റെ തരി ചെന്ന് ഇതിനകത്ത് വീണ് കാണും. അത് റാം ചെയ്തപ്പോൾ സ്പാർക്ക് വന്നു, പൊട്ടിത്തെറിച്ചു. അതാണ് 99% ചാൻസ്. ബാക്കിയുള്ളത് അല്ലാതെ അവിടെ ഒരു ഐ ഡോണ്ട് തിങ്ക് എനി വേറെ ഏതെങ്കിലും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതായത് പിന്നെ അവിടെ 60 മീഡിയ പേഴ്സൺസ് അവിടെ രാവിലെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വന്നതായിരിക്കണമല്ലോ. അപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അത് അറിഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ശിവകാശിയിൽ നിങ്ങളൊരു ഫാക്ടറിയിലോട്ട് ചെല്ലും, ഗേറ്റിന് മുന്നിൽ സെക്യൂരിറ്റി, അത് കഴിഞ്ഞാൽ അടുത്ത സെക്യൂരിറ്റി ലൈൻ. ഒരാളെ അവരകത്തോട്ട് കയറ്റൂല. നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ ക്യാമറ എല്ലാം അവിടെ വെച്ചിട്ട് പോകേണ്ടി വരും. സോ ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് ഈസ് എന്തിനും മീഡിയ ഒക്കെ അവിടെ പോകേണ്ട കാര്യം എന്താ? മീഡിയ എന്നല്ല, വിസിറ്റേഴ്സ് ആരും പാടില്ല അല്ലേ? ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ്. വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ്. ഇപ്പോൾ റിഫൈനറിയിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് കയറ്റുകയില്ല. യു ആർ നോട്ട് പെർമിറ്റഡ്. And you have to wear the jackets, you have to wear the helmets, you have to wear the gloves, you have to wear the goggles. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നുമല്ല. ദിസ് ആക്സിഡൻറ്റ് ഈസ് എ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. 101%. ഞാൻ നേരത്തെ ചോദിച്ച ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്.
നമ്മുടെ ഈ ലൈസൻസ് കൊടുക്കുന്നത് മാനുഫാക്ചർ ചെയ്യാനായിട്ടാണോ അതോ മാനുഫാക്ചർ ചെയ്ത് സെല് ചെയ്യാനായിട്ടാണോ മാനുഫാക്ചർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണോ? എന്താണ് ആ ലൈസൻസിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദർ ഇസ് എ ഫാക്ടറി വിച്ച് ഇസ് മാനുഫാക്ചറിങ്, അത് ഇവിടെ നിന്നൊരു കച്ചവടക്കാരൻ ഇത് മേടിക്കുകയാണല്ലോ ചെയ്യുന്നത്, മേടിച്ച് സെല് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതിൻ്റെ ലൈസൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? എന്ത് This license is manufacture the fireworks and he can sell it. Okay, so they are selling the product to Paramekavu or Tiruvambadi Devasam. So അവരുടെ റേറ്റ് എങ്ങനെയായിരിക്കും? കുഴിമിന്നൽ 600 എണ്ണം, അതിൻ്റെ ചാർജ് ഇത്ര, അമിട്ട് ഇത്ര രൂപ, മാലപ്പടക്കം ഇത്ര രൂപ. പിന്നെ ഇവരെന്ത് ചെയ്യും? ശിവകാശി എന്നുള്ള ഫയർ വർക്സും വാങ്ങിക്കും. എന്നിട്ട് ആദ്യം മാലപ്പടക്കം തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവർ ഒരു വലിയൊരു ഒരു 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 വലിയ ആർച്ച് പോലൊരെണ്ണം ഉണ്ടാക്കും. അതിലെ മാലപ്പടക്കങ്ങളെല്ലാം വിടും. ഇതിനിടയിലെല്ലാം തന്നെ അവർ ഈ ശിവകാശിയുടെ സിംഗിൾ ഷോട്ട് വെക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ആർച്ചിലേക്ക് വരുന്നു. അതിനൊക്കെ ഒരു പ്രത്യേക മലയാളം പേരുണ്ട്, എനിക്ക് അത് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് ഇത് എത്തുകയാണ്. ഫിനിഷിംഗ് പോയിൻറ്റിലാണ് ഇത്രയും ഇതെല്ലാം കുഴിമിന്നൽ താഴെയുണ്ട്. കുഴിമിന്നൽ ഇങ്ങനെ വന്നിട്ട് ഫുൾ അത് ഒരെണ്ണത്തിനങ്ങോട്ട് വന്നിട്ട് ലാസ്റ്റിൽ കൂട്ടപ്പെരിച്ചിൽ. ദാറ്റ്സ് ദ ഫൈനൽ ഡിസ്പ്ലേ. ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ലൈസൻസ് ആവശ്യമുണ്ടോ? അത് പാറമേക്കാവും ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും ഇവരെല്ലാം ടെമ്പിൾ ഫെസ്റ്റിവൽ എടുക്കും. ദാറ്റ്സ് വാട്ട് ഐ ആം ടെല്ലിങ് യു. The one license is LE1, that's the manufacturing license. Then second license is LE6, the display license. There is another license called LE3, which is to store the fireworks. ആ fireworks സ്റ്റോർ ചെയ്യുന്നത് LE3. അതാണ് തിരുവമ്പാടിക്കും പാറമേക്കാവിനും ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഫയർവർക്സ് മാഗസിൻ. ഓക്കെ, അത് LE3 ലൈസൻസ്. സോ LE1, LE3, LE6 അങ്ങനെ 3 ലൈസൻസ് ഉണ്ടായിരിക്കണം ഈ ഒരു വെടിക്കെട്ടിന്. ഈ മിക്സിംഗ് യൂണിറ്റും ഈ പറഞ്ഞ മാഗസീനും ഇത് അടുത്ത് തന്നെ ആയിരിക്കണം നിർബന്ധമുണ്ടോ? അതോ 45 മീറ്റർ അകലെ? ദൂരെ ഇപ്പം വേറെ ജില്ലയിലാണെങ്കിലും കുഴപ്പമില്ല, ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് വരാൻ പറ്റുമോ? ഇല്ലില്ല. ഇത് this is mixing set, this is manufacturing, this is assembling, and then അവിടെ നിന്ന് നമ്മൾ ഈ മാഗസീന് 45 മീറ്റർ ആയിരിക്കണം. ഇവിടെ തന്നെ 45 മീറ്റർ. ഈ മാഗസീന് 4 വശവും 45 മീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു 6 ഏക്കർ ഇല്ലാതെ സംഭവം നടക്കില്ല. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിന് ഉള്ളത് വേറെ ഒരു പ്രമിസസിൽ അത് മാനുഫാക്ചർ ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയല്ലേ? ട്രാൻസ്പോർട്ട് അത് അന്നേരം ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവിടെ മാനുഫാക്ചർ ചെയ്തതെല്ലാം അവിടെ ഇരിക്കുകയാണ്. അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സോ സാർ പറയുന്നത് അവിടെ വിസിറ്റേഴ്സിൻ്റെ പിന്നെ ഷൂന്ന് വല്ല പൊടി വീണ അങ്ങനെ ഒരു സ്പാർക്ക് ചെയ്യുന്നതാകാം ഈ ഇതുണ്ടായത് എന്ന് 100%. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിപ്പം ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ അനാലിസിസിന് പോയിട്ടുണ്ടല്ലോ. അനാലിസിസ് പോകുമ്പോൾ അവരുടെ റിപ്പോർട്ടിൽ വരും പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ടോ എന്ന്. 100% കാണാനാണ് ചാൻസ്. ദാറ്റ് ഈസ് 1992 ബാൻ ചെയ്തതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻ പൊട്ടാഷ്യം ക്ലോറൈഡ്. നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന മുഴുവൻ തീപ്പെട്ടിയില്ല. പക്ഷേ എത്ര തീപ്പെട്ടി കമ്പനി ഉണ്ടെന്ന് ആലോചിക്കും. അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടില്ല, അവരത് വെച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് അവർ സെയിൽ ചെയ്യും. ക്ലോറൈറ്റ് ഉപയോഗിക്കുന്നത് കുറെ കൂടെ ഡെഡ്ലി ആക്കാനാണ്, ഇത് കുറച്ചുകൂടെ ഫയർവർക്സ് കൂട്ടാനാണ് ക്ലോറൈറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ക്ലോറൈറ്റ് ഈസ് വെരി സൗണ്ട് എഫക്റ്റീവാണ്. അതുപോലെ ഒരു മിന്നൽ കാണുന്നില്ലേ, ആ മിന്നലിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാധനമാണ് ആ വെള്ള മിന്നൽ. അതിന് ക്ലോറൈറ്റ് വളരെ സഹായകരമാണ്. പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ടെങ്കിലും അതേ എഫക്റ്റ് കിട്ടും. ബട്ട് ദേ വിൽ യൂസ് ബിക്കോസ് ദ സൗണ്ട് എഫക്റ്റ് ഈസ് സോ ഗുഡ് ഇൻ ക്ലോറൈറ്റ്. ഇപ്പോൾ ഇതിൽ അനാലിസിന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, സാമ്പിൾ കിട്ടുമോയെന്ന് അറിയത്തില്ല. സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ട് അനാലിസിസ് ചെയ്ത് നോക്കിയാൽ മേ ബി ക്ലോറൈറ്റ് 100% ഷുവർ. കാരണം ക്ലോറൈറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ എഫക്റ്റ് ഇത്രയും വരില്ലായിരുന്നു. ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 100 meters, റൈറ്റ്? More than 1 kilometer the effect was there. So that means that there was a unauthorized chemical composition in this one.
താങ്കൾ 16 വർഷമായിട്ട് തൃശ്ശൂർ പൂരത്തിലെ ഫയർ വർക്ക്സ് കാണുന്ന ആളാണ്. താങ്കൾ എനിക്കൊന്നു ഈവൻ യു ആർ ഫാസിനേറ്റഡ് വിത്ത് ദാറ്റ് അല്ലേ? 100%. ഇറ്റ്സ് ആർട്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരെയൊക്കെ എനിക്കറിയാം. ഈ ഇന്നലെ മരിച്ച ആ പയ്യനെ എനിക്കറിയാം. ഇവരൊക്കെ വരുമ്പോൾ ഓടി വരും. കാരണം അവരുടെ ആ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ആം എൻ ഓഫീസർ ഓർ എനിത്തിങ്, ബിക്കോസ് ഐ ഹവ് ബീൻ എ പാർട്ട് ഓഫ് ദം. ബിക്കോസ് അവരുടെ സേഫ്റ്റി ആയിട്ട് നമുക്ക് പോകണം. അവർ തിരിച്ചു പോകുമ്പം തിരിച്ച് വീട്ടിലേക്ക് രാവിലെ 6 മണി കഴിയും ഇവരെല്ലാം പോകുമ്പോൾ. എല്ലാവരും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകും. കാരണം അതൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ അത് ഒരു വർഷം നടത്താനൊത്തില്ലെങ്കിൽ അവരുടെ ആ വിഷമമുണ്ടല്ലോ, ഇറ്റ് ഈസ് സോ ഇനോർമസ്. ദേ ആർ വെരി പാഷനേറ്റ് ഓൺ ദാറ്റ്, ദിസ് തൃശ്ശൂർ ഫാൻസ്. I was with them to see that is safely done. I did it. അപ്പോൾ അവരുമായിട്ട് ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ പരിശോധനയും ഞാനും കളക്ടറും ADMസും ഫയർ ഓഫീസേഴ്സ് ആൻഡ് പോലീസ്, വി സ്റ്റാർട്ട് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. വി സീ ഈച്ച് ഓഫ് ദി ഫിറ്റിങ്സ്. വി സ്റ്റെമ്മിങ് നോക്കും. അതിൽ ഇതിൽ ചില സാധനങ്ങൾ അവിടെ ഉറപ്പിച്ച് വെക്കണം. അത് അവരെന്താ ചെയ്യുക, ഈ കോൺക്രീറ്റുകാർ ചെയ്യുന്ന അയൺ ബാസ് വെച്ചിട്ട് ഉറപ്പിക്കും. നമ്മൾ ഓരോന്നിലും ചെന്ന് തട്ടി നോക്കും ഇത് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ കുഴിമിന്നൽ ചിലപ്പോൾ അങ്ങോട്ടാണ് ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നേരെ ക്രൗഡിലേക്ക് പോകും. സോ വി ചെക്ക് ഓൾ ദറ്റ് പോയിൻറ്റ്സ്. അപ്പം ഈവൻ അനുപമ വാക്ക്ഡ് വിത്ത് അസ്. ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വരണം ഒരാടേത്. അത് കഴിഞ്ഞ് തിരിച്ചവിടെ ചെല്ലണം. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ പരിശോധിച്ച് ഫൈനൽ ഫിനിഷിങ് വന്നു കഴിഞ്ഞിട്ട്, ഫിനിഷിങ് ഞങ്ങൾ അകത്തോട്ട് കയറില്ല, കാരണം നമ്മുടെ കാലിൽ ചെരുപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് എല്ലാം നോക്കും. അപ്പോൾ നോക്കിയിട്ട് ഈ ഗൺ പൗഡറിൻ്റെ ടെയിൽ നമ്മുടെ പരിശോധന കഴിഞ്ഞേ ഇടത്തുള്ളൂ. അപ്പോൾ ഈ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിൻറ്റിലാണ് ഇവർ ഈ 6 ഇഞ്ച് സൈസിനുള്ളത് അപ്പോഴായിരിക്കും അവർ 8 ഇഞ്ച് സൈസിലേക്ക് കൊണ്ടുവന്ന് അവിടെ കയറ്റാൻ നോക്കുന്നതും നമ്മൾ ഉടക്കം ഉണ്ടാക്കുന്നതും. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവരുടെ തിരുവമ്പാടിയുടെ ഒരു മാധവൻകുട്ടി മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം മാത്സ് അധ്യാപകനാണ് കേരളവർമ്മ കോളേജിൽ. അദ്ദേഹം വളരെ ജെന്യുൻ ഫാൻ ഓഫ് ദിസ് വൺ ആൻഡ് ഹി വാസ് ദി സെക്രട്ടറി ഫോർ മോർ ദാൻ 2 decades അവിടുത്തെ തിരുവമ്പാടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹമായിട്ട് ഞങ്ങൾ 2016 17 ആണ് ഞാൻ 16 കഴിഞ്ഞ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പം 45 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് ഇല്ല. ഓക്കെ, 100 meters ടു ദ ക്രൗഡിലേക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കില്ല, അത് ശരിയാവില്ല, സേഫ്റ്റി ഡിസ്റ്റൻസ് എനിക്ക് കിട്ടിയേ പറ്റുമോ എന്ന് പറഞ്ഞ് അവിടേക്ക് ആയിക്കഴിഞ്ഞപ്പം ഞങ്ങൾ നിർത്തി പോവുകയാണ്. ഞങ്ങളുടെ ജനങ്ങളെ കാണിക്കാൻ നിങ്ങൾക്ക് സമ്മതമില്ലെങ്കിൽ പോവുകയാണ്. അപ്പോൾ ദാറ്റ് ടൈം മിസ്റ്റർ കൗശികൻ വാസ് there. He said, okay, it is up to you to decide on that whether to. അപ്പം ഈ ചെറുപ്പക്കാർക്കാണ് എതിർപ്പ് വരുന്നത്. ഞാൻ പറഞ്ഞു ഇതിൽ നിന്നങ്ങനെ ഒരെണ്ണം തിരിഞ്ഞു പോയി അതില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് പക്ഷേ ഈ ഫിനിഷിംഗ് പോയിൻ്റില്ല. ഫിനിഷിംഗ് പോയിൻ്റിൽ 100 meters പക്കയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ജനങ്ങളിങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കയറുകയാണ്. അപ്പോൾ 1 മണിക്കൂറായി വാദപ്രതിവാദം നടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ നിന്നു. ഈ സെഡ് നത്തിങ് ഡൂയിങ്. അപ്പം മിനിസ്റ്റേഴ്സ് വരുന്നു, പല മിനിസ്റ്റേഴ്സും സൈഡിൽ നിന്ന്. അവർക്ക് പറയാൻ മടിയാണ്, അവർ പറയില്ല. അവർ ജനങ്ങളാണ്, പക്ഷേ അവരുടെ മറ്റവരോട് കൂടെ നിന്നിട്ടും നമ്മളോട് പറയാനൊരു വിമുഖത കാണും. പക്ഷേ ദെൻ ദിസ് മാധവൻകുട്ടി മാഷ്, ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ജെന്റിൽമാൻ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, വേണു സാറ് പറയുന്ന പോലെ ചെയ്തോളാം, ഞങ്ങൾ മാറ്റുവാണ്, അവരെ മാറ്റിക്കൊള്ളാം, ഇത് ആവർത്തിക്കരുത്, ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ ആളുകളെ കാണാൻ സമ്മതിക്കണം എന്നൊക്കെ പറയും. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം എന്ന് പറയും. പക്ഷേ അവരെല്ലാവരും തന്നെ പുറകോട്ട് മാറി വെടിക്കെട്ട് നടത്തി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ദ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ. അയാൾ പറഞ്ഞാൽ അവർ അനുസരിക്കും. That is something we should have to see from experience. The leadership which Mr. Madhavankutti shows in all that fireworks displays is enormous. That should be an example for other organizations who will watch this as they should. There should be some quality on safety to maintain the decorum, wherein we have to see that the safety is predominant
ഇൻ എനി ഓഫ് ദീസ് 5X ഡിസ്പ്ലേസ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പുത്തുങ്കൽ കഴിഞ്ഞപ്പം ഇതൊക്കെ ഇവിടെ എല്ലാം അവരുടെ സൈറ്റെല്ലാം സ്ട്രിക്റ്റ്, ബട്ട് ദേ ഹാഡ് എ ലൂസ് റൺ ഓവർ ദി മാനുഫാക്ചറിങ്. അതിലവർ ശ്രദ്ധിച്ചില്ല. അവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്.